ട്രക്കിനകത്താണ് കിടന്നുറങ്ങുന്നത്. കുറേ വർഷങ്ങളായി ഊണും ഉറക്കവും എല്ലാം ട്രക്കിനകത്താണ്. ആഹാരം വെക്കുക അതെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെയാണ്. ഡ്രൈവിങ്ങിനെ ജീവിതമാക്കി മാറ്റിയ എല്ലാ എൻ്റെ കൂട്ടുകാർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ്. ലോറി ജീവിതം എന്താണ്, അല്ലെങ്കിൽ ഇവിടുത്തെ സൗദി അറേബ്യയിലെ ജീവിതം എന്താണ്, ഇവിടുത്തെ കഷ്ടപ്പാട്, സന്തോഷം, കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. കൂട്ടുകാരെ, ലൈക്ക് ഇടാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയാലോ. വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമ്മൾ സൗദി അറേബ്യയിലേക്ക് വരുന്നു. ജീവിതത്തുള്ള ബന്ധത്തിൽ കുടുംബത്തെ നല്ലവണ്ണമൊക്കെ പോറ്റണം, അല്ലെങ്കിൽ ഇച്ചിരി ഒന്ന് ഒരു ഇച്ചിരി ഫ്രീഡം, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം, കുടുംബത്തുണ്ടാവണം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നല്ലവണ്ണമൊക്കെ പഠിപ്പിക്കണം. പിന്നെ യൂത്തൊക്കെ കടന്നു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നുകൂടെ ഇച്ചിരി ബെറ്റർ ലൈഫ്, ഇവിടെ വന്ന് വണ്ടിയൊക്കെ ഓടിച്ച് പഠിച്ച് പിന്നെ എന്തെങ്കിലുമൊക്കെ പുതിയ ഏതെങ്കിലും കൺട്രിയിലോട്ടൊക്കെ പോവുക, അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഇവിടേക്ക് കയറി വരുന്നത്. അപ്പോൾ ഇവിടേക്ക് കയറി വരുന്നതിന് യാതൊരു കുഴപ്പമില്ല, കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ആരും ഇവിടെ കയറി വന്നാലും സൗദി അറേബ്യയിൽ കഷ്ടപ്പാടുണ്ട്. ഈ ലോറി ജീവിതത്തിൽ കഷ്ടപ്പാടില്ലെന്ന് ആരും വിചാരിക്കരുത്, കഷ്ടപ്പാടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി കയറി വരിക, ഒരു കുഴപ്പമില്ല. പഴയതുപോലെ അല്ല ഇപ്പോൾ ഇവിടെ. പണ്ട് ഞാൻ 2017 വരുമ്പോൾ അത്ര കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളാണ്. ഓട്ടോ കുറവുണ്ട്, സാലറിയൊക്കെ കുറവ്, പിന്നെ ഡീസലിൻ്റെയൊക്കെ വില ഒത്തിരി കൂടി. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ വരുന്ന നമ്മൾ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരെ ബാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ട്രെയിലർ ഓടിക്കാൻ വരുന്നു, അല്ലെങ്കിൽ ട്രെയിലർ ഡ്രൈവറായിട്ട് വരുന്നു സൗദി അറേബ്യയിൽ, അല്ലെങ്കിൽ ചെറിയ ഏതായാലും വണ്ടിയായിരിക്കാം, ചെറിയ ട്രക്കായിരിക്കാം, അല്ലെങ്കിൽ ലോറി ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ബസ്സോ, അങ്ങനെയൊക്കെ ഓടിക്കാൻ വിസ എടുത്ത് ഇവിടെ വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ കടന്നു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കമ്പനി എങ്ങനെ ഉണ്ടെന്ന് അത് ശ്രദ്ധിക്കണം. എങ്ങനത്തെ കമ്പനിയിലാണ് നമ്മൾ കയറി വരുന്നത്? ട്രാൻസ്പോർട്ട് കമ്പനിയാണോ, അതോ ഏതെങ്കിലും ചെറിയ മുതലാളിമാരാണ്? ചെറിയ മുതലാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കബീലന്മാരുടെ വണ്ടി 4-5 വണ്ടിയേ കാണത്തുള്ളൂ. അങ്ങനത്തെ ഉള്ള വിസ എടുത്താണോ വരുന്നത്, അതോ ഏതെങ്കിലും നല്ല ഇതുപോലെ ട്രാൻസ്പോർട്ട് കമ്പനിയാണോ? അപ്പോൾ ഏത് കമ്പനിയിലാണ് കയറി വരുന്നതെന്നുള്ളത് വിസ എടുക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കണം. വിസ എടുത്ത് ഇവിടെ കയറി വന്ന് 1-2 വർഷം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ല. നമുക്ക് ആ എഗ്രിമെൻ്റ് പൂർത്തിയാക്കി ഒക്കത്തുള്ളൂ. അതുകൊണ്ട് എങ്ങനത്തെ വണ്ടിയിൽ കയറി വരണം, ഏത് വണ്ടികളൊക്കെ ഓടിക്കാൻ കയറി വരണം. രണ്ടാമത്തെ കാര്യം, അത് കമ്പനി നല്ലതായിരിക്കണം. കൂട്ടുകാരോടൊക്കെ ചോദിക്കാം. ഇപ്പോൾ പിന്നെ ഒത്തിരി വഴികളുണ്ടല്ലോ, ഗൂഗിൾ വഴി നമുക്ക് തിരക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരോട് നമുക്ക് തിരക്കി കമ്പനി എങ്ങനെയുണ്ട്, അവിടെ പരിചയം ഉള്ളവരുണ്ടോ, നേരത്തെ ആ കമ്പനി ജോലി ചെയ്തവരുണ്ടോ, അങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സമയത്ത് സാലറി കൊടുക്കുന്നവരാണോ, സമയത്ത് നല്ല ട്രിപ്പ് തരുന്നവരാണോ. അതുപോലെ മെയിനായിട്ട് നോക്കേണ്ടത് ഡീസൽ. ഇപ്പോൾ ട്രെയിലറൊക്കെ ഓടിക്കുമ്പോൾ ഡീസൽ കമ്പനിയാണോ തരുന്നത്, ചിപ്പ് വഴിയാണോ? ചിപ്പ് വഴിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഇതൊക്കെ തിരക്കണം നിങ്ങൾ വിസ എടുക്കുന്ന മുമ്പേ. കമ്പനി വണ്ടി ഏത് ട്രിപ്പ് കൊണ്ടുപോയാലും ആ ഓട്ടത്തിൻ്റെ ഡീസൽ കമ്പനിയാണോ തരുന്നത്, ഇതൊക്കെ നമ്മൾ തിരക്കേണ്ടത് വളരെ ആവശ്യമാണ്. പിന്നെ കുറച്ച് ചെറിയ മുതലാളിമാരുടെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ കയറി വരുന്നാലും ഫിക്സ് സാലറി ആയിരിക്കും. 2000 ഒക്കെ ചിലപ്പോൾ തരും, പിന്നെ ട്രിപ്പും തരും, അത് കുഴപ്പമില്ല. പക്ഷേ എന്നാലും കയറി വരുമ്പോൾ എല്ലാം ശ്രദ്ധിച്ച് കയറി വരണം. പിന്നെ നമ്മൾ ട്രാൻസ്പോർട്ട് കമ്പനി കയറി വരുമ്പോൾ കുറഞ്ഞത് 1500 മുതൽ ഒരു 2000, 1500 മുതൽ 2000 റിയാൽ വരെ ബേസിക് ഉള്ള കമ്പനികളിൽ കയറി വരാവും. അങ്ങനെയുള്ള വേക്കൻസി അല്ലെ അങ്ങനെയുള്ള ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് അതിനെ കൈ കൊടുക്കാവും. ഒരു പ്രാവശ്യം പൈസ കൊടുത്ത് വിസ എല്ലാം റെഡിയാക്കി ടിക്കറ്റൊക്കെ എടുത്തു, പിന്നെ നമ്മൾ ചോദിച്ചറിഞ്ഞു ഒന്ന് മാറണമെന്ന് പറഞ്ഞാൽ ആ പൈസയൊക്കെ നഷ്ടമാകും. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് ചെയ്യണം, ബേസിക്ക് നോക്കണം. പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിക്സ് സാലറി ഉള്ളതുണ്ട് ചില കമ്പനികൾ. അവരുടെ ഓട്ടോ ആയിരിക്കും, ട്രെയിലർ ആണെങ്കിലും ചെറിയ വണ്ടി ആണെങ്കിലും അവരുടെ സ്വന്തം ഓട്ടോ ആയിരിക്കും. സ്വന്തം ഓട്ടോ ആകുമ്പോൾ കുഴപ്പമില്ല, ഒരു 3000 റിയാലായിരിക്കും, അല്ലെങ്കിൽ 2500 റിയാലും. പിന്നെന്തുവാ, ഓവർ ടൈമും കാണും, കുഴപ്പമില്ല. നമുക്ക് വൈകിട്ട് റൂമിൽ വരാം, അല്ലെങ്കിൽ പിറ്റെന്തെങ്കിലും റൂമിൽ വരാം. നമുക്ക് അവരുടെ അക്കോമഡേഷൻ നമുക്കത് യൂസ് ചെയ്യാം, അവിടെ വന്ന് കിടന്നുറങ്ങാം. അപ്പോൾ ഫിക്സ് സാലറി ഉള്ള ഏതെങ്കിലും കൺസ്ട്രക്ഷൻ കമ്പനിയോ, അല്ലെങ്കിൽ ഇതുപോലെ റിഗൊക്കെ ഉണ്ടല്ലോ, ഓയിൽ റിഗൊക്കെ ഉള്ള സ്ഥിരം ഓട്ടോ ഉള്ള കമ്പനികളുണ്ട്. അവർക്ക് കുറച്ച് വണ്ടിയെ കാണും, ചിലപ്പോൾ 10, 100, 50 വണ്ടികളെ കാണത്തുള്ളൂ. അവർക്ക് സ്ഥിരം ഓട്ടോ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് സാലറി ഒന്നും ഒരു പ്രശ്നം വരത്തില്ല, സമയത്ത് സാലറി കിട്ടും. ബേസിക്ക് 2000 പറഞ്ഞാൽ 2500 പറഞ്ഞാൽ അത് മാസം കിട്ടും. പിന്നെ ഓവർ ടൈമോ ഓട്ടോ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ വിസ എടുത്ത് വരുമ്പോൾ കൂടുതലും ഇങ്ങനെയുള്ള കമ്പനികളിൽ കയറി വരിക, ഫിക്സ് സാലറി ഉള്ള കമ്പനിയിൽ കയറി വരാൻ ശ്രമിക്കുക. പിന്നത്തെ ഒരു ഓപ്ഷനാണ് ട്രാൻസ്പോർട്ട് കമ്പനി.
ഇവിടെ ഒത്തിരി ട്രാൻസ്പോർട്ട് കമ്പനികളുണ്ട്, ഒത്തിരി ട്രക്കുകൾ കാണും. അവർ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1500, 1200, 1900 ഒക്കെ ആയിരിക്കും ബേസിക്. അത് കയറി വരുമ്പോൾ കറക്റ്റ് കാര്യങ്ങൾ ചോദിക്കണം. ഈ ട്രാൻസ്പോർട്ട് കമ്പനികളാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിലാണ് നിങ്ങൾ കയറി വരുന്നതിന് യാതൊരു കുഴപ്പമില്ല, പക്ഷെ ചോദിച്ച് കയറി വരണം. എങ്ങനെയാണ് ട്രിപ്പ്, ബേസിക് എത്ര കിട്ടും, ഓട്ടത്തിൽ എങ്ങനെയാണ് ഡീസൽ കമ്പനി തരുമോ, അത് ചോദിച്ചറിഞ്ഞ് വരിക. ഓട്ടത്തിന് ചിലവരെന്ത് ചെയ്യും, 1 കിലോമീറ്ററിന് 10 ഹലാലയോ 12 ഹലാലയോ ആയിരിക്കും പിന്നെ കൊടുക്കുന്നത്. ഡീസലും തരും, പിന്നെ നമ്മൾ ലോങ് ട്രിപ്പ് ആണെങ്കിൽ അവർ 10 ഹലാലയോ അല്ലെങ്കിൽ 12 ഹലാലയോ തരും. അപ്പോൾ ഇതെല്ലാം ചോദിച്ച് ക്ലിയറാക്കി കയറി വരണം. ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്പനിയിലാണ് കയറി വരുന്നെങ്കിൽ കുറഞ്ഞ ഒരു 1500, 1600 ബേസിക്കുള്ള കമ്പനികളിൽ കയറി വരാവും. പിന്നെ പ്രധാനപ്പെട്ടത് ഓട്ടം. എന്താണ് ട്രാൻസ്പോർട്ട് കമ്പനിയിലെ ഓട്ടം? ലോങ് ഓട്ടമാണോ, കണ്ടെയ്നറാണോ? ഇവിടെയൊക്കെ ഒത്തിരി വണ്ടികൾ കിടപ്പുണ്ടല്ലോ, സിത്താര കണ്ടെയ്നർ, പിന്നെ എന്തുവാ അല്ലാത്ത ഫ്ലാറ്റ് ട്രെയിലർ, അതിനകത്തൊക്കെ ലോഡ് വെച്ച് കെട്ടി ബെൽറ്റൊക്കെ അടിച്ച് കൊണ്ടുപോകുന്നതാണോ? ഫ്ലാറ്റ് ട്രെയിലർ ഉണ്ടല്ലോ, ഇതുപോലുള്ള കമ്പികളുടെ ഓട്ടം, ഇങ്ങനെയൊക്കെയുള്ള പലതും ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചോദിച്ചു വരിക, എന്ത് ഓട്ടമാണ് കമ്പനിക്കുള്ളത്, ഏത് വിധത്തിലുള്ള ഓട്ടമാണ്, ലോങ് ഓട്ടോ ആണോ? അത് വളരെ പ്രധാനപ്പെട്ട കേട്ടോ, മറക്കരുത്. ലോങ് ഓട്ടോ ആണോ, എന്താണ് അവരുടെ കൂടുതലും ട്രാൻസ്പോർട്ട് കമ്പനിയിലെ ലോഡ്, എവിടേക്കാണ് പോകേണ്ടത്, അത് മനസ്സിലാക്കി കയറി വരിക. ഒത്തിരി കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? പിന്നത്തെ ഏറ്റവും വലിയ വിഷയം എന്തുവാ, നമുക്ക് വണ്ടിക്കകത്ത് തന്നെ ഉറങ്ങേണ്ടി വരും. ലോങ് ഓട്ടോ ആണെങ്കിൽ ഫിക്സ് സാലറി ഉള്ള കമ്പനിയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വൈകിട്ട് വീട്ടിൽ വരാം. അവർക്ക് ഫിക്സ് ഓട്ടോ ആയിരിക്കും, 2000, 3000 രൂപ തരുമ്പോൾ അവർക്ക് ഫിക്സ് ഓട്ടോ ആയിരിക്കും. വൈകിട്ട് നമുക്ക് റൂമിൽ വരാൻ പറ്റും, അത് കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്പനിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് റൂമിൽ വരാനേ ഒക്കത്തില്ല. 2 ആഴ്ച കൂടുമ്പോഴായിരിക്കും നമ്മുടെ അക്കോമഡേഷനിലേക്ക് വരുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ റോഡിൽ വെച്ച് കഴിക്കണം, റോഡ് സൈഡിൽ നിർത്തി വെച്ച് കഴിക്കണം. ഈ പാർക്കിങ്ങിലൊക്കെ ഇങ്ങനെ ഇട്ട് കിടന്നുറങ്ങണം. അതൊക്കെ ഇപ്പോൾ റിസ്ക്കുള്ള കാര്യങ്ങളാണ്. പാർക്കിങ്ങിലൊക്കെ ഉറങ്ങുക, സൂക്ഷിച്ചാൽ ഒരു കുഴപ്പമില്ല, പറഞ്ഞതാണ് ഞാൻ. പാർക്കിങ്ങിലൊക്കെ ഉറങ്ങണം. പിന്നെ ക്യാബിൻ്റെ അകത്തായിരിക്കും നമ്മുടെ ആഹാരം വെപ്പും, ക്യാബിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും ഉറങ്ങുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ശീലിക്കേണ്ടതായിട്ട് വരും. വണ്ടിക്കകത്ത് തന്നെ ഉറങ്ങേണ്ടി വരും. 1 2 വർഷം, എത്ര വർഷം എഗ്രിമെൻറ്റ് തീരുന്നോ അതുവരെ വണ്ടിക്കകത്ത് കിടന്ന് ഉറങ്ങേണ്ടി വരും. അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ. കാര്യം ഇപ്പോഴത്തെ വണ്ടികളെല്ലാം പുതിയതും നല്ല ക്യാബിനും AC ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു വിഷയമില്ല. പിന്നെ നമ്മൾ എങ്ങനത്തെ വണ്ടികളാണ് ഓടിക്കേണ്ടത്, ഡീസൽ ടാങ്കറാണോ, പെട്രോൾ ടാങ്കറാണോ, സിത്താരയാണോ, കണ്ടെയ്നറാണോ, അല്ലെങ്കിൽ കാറ് കൊണ്ടുപോകുന്ന വണ്ടികളാണോ, നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്ന കാറ് കൊണ്ടുപോകുന്ന ട്രോളിയാണോ? അപ്പോൾ അത് മനസ്സിലാക്കി ഇവിടെ കയറി വരിക, കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കുക, കമ്പനിയിൽ ഓട്ടം എന്തോന്ന് മനസ്സിലാക്കുക. അങ്ങനെ വരുമ്പോൾ പ്രശ്നമില്ല. ഓക്കെ. പിന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തുണി കഴുകുക. ഇപ്പോൾ ലോങ് ഒക്കെ ഓടുന്നവർ, ഞാൻ പറഞ്ഞല്ലോ ട്രാൻസ്പോർട്ട് കമ്പനിയിൽ നമുക്ക് ഡ്രസ്സൊക്കെ കഴുകാനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് 2 ആഴ്ച കൂടുമ്പോഴായിരിക്കും ഞാൻ ചിലപ്പോൾ ദമാമിൽ എത്തുന്നത്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി വെച്ച് അവിടെ കൊണ്ടായിരിക്കും കഴുകുന്നത്. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്, തുണി കഴുകുന്ന വിഷയങ്ങൾ. പിന്നെ നമുക്കൊരു കുഴപ്പമില്ല, ഇവിടെ ലോണ്ടറി ഉണ്ട്. നമുക്ക് കൂട്ടി വെച്ച് തുണി കെട്ടി മടക്കി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴുകി വൃത്തിയാക്കി നമുക്ക് തേച്ച് മടക്കി തരും. അങ്ങനെ നമുക്ക് യാതൊരു കുഴപ്പമില്ല. കൂടുതലും ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ തുണികൾ ലോണ്ടറിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ കഴുകി മടക്കി തേച്ച് അവർ തരും. അതിനുള്ള പൈസ നമ്മൾ കൊടുത്താൽ മതി. അല്ലെ പിന്നെ സ്വന്തമായിട്ട് തുണി നമ്മൾ കൂട്ടി വെച്ച് നമ്മളെപ്പം റൂമിൽ പോകുന്നോ ആ സമയത്ത് എല്ലാം കഴുകി വൃത്തിയാക്കി ഉണക്കി എടുക്കാം. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട്, വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണ്, ബുദ്ധിമുട്ടാവുമോ, അവിടെ വന്നിട്ട് ഇനി വിസ ക്യാൻസലാവുമോ, എനിക്ക് ലൈസൻസ് കിട്ടത്തില്ലയോ? അങ്ങനൊന്നും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. 1-2 മാസത്തെ കാര്യമുള്ളൂ. നിങ്ങൾ വണ്ടി ഇവിടെ ഓടിക്കാൻ പറ്റുമോ, വണ്ടി കിട്ടുമോ, അതൊന്നും ചിന്തിക്കുകയേ വേണ്ട. അത് നടക്കും. ഇവിടെ വന്ന് 1-2 മാസത്തിന് അവർ ട്രെയിനിങ് തരും, അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ ട്രെയിനിങ് ഉണ്ട്. ഫീസൊക്കെ അടച്ച് അവർ ലൈസൻസ് എങ്ങനെയും നമുക്ക് എടുത്തു തരും. പിന്നെ 5-6 മാസം ആകുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ കൂടെയൊക്കെ ഓടി റൂട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കും. അതിനെക്കുറിച്ച് നിങ്ങൾ ട്രയലർ കിട്ടുന്നോ അല്ലെങ്കിൽ ലൈസൻസ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. അതെല്ലാം നമുക്കിവിടെ നടക്കും. ചിന്തിക്കേണ്ട ഇത്രയാണ്, ബാക്കിയുള്ള പ്രശ്നങ്ങൾ, ഇവിടുത്തെ കഷ്ടപ്പാട് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, കമ്പനി എങ്ങനെയാണ്, നല്ലതാണോ, അതൊക്കെ മനസ്സിലാക്കി വന്നാൽ യാതൊരു കുഴപ്പമില്ല. പിന്നെ വേറെ വിഷയം, അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഈ അസുഖങ്ങളൊക്കെ കൂടുതലായിട്ടുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ട് വരും, ലോങ് ഒക്കെ ഓടുന്നവർ. അപ്പോൾ നിങ്ങൾ അസുഖങ്ങളൊക്കെ ഉള്ളവരാണ് കയറി വരുന്നെങ്കിൽ ഫിക്സ് സാലറി ഉള്ള കമ്പനി കയറി വരിക. വൈകിട്ട് വീട്ടിൽ ചെല്ലാമല്ലോ, വൈകിട്ട് റൂമിൽ ചെല്ലാം, അവിടെ ആഹാരം വെച്ച് കഴിച്ച് നമുക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാം. അങ്ങനെയുള്ളത് യാതൊരു കുഴപ്പമില്ല. അല്ലാതെ റൂട്ടിൽ ഓടുമ്പോൾ നമുക്ക് എന്തെങ്കിലും വലിയ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ബുദ്ധിമുട്ടാവും. കാര്യം ഉറക്കമുളപ്പുണ്ട് ഇതിനകത്ത് മെയിനായിട്ട്.
റൂട്ടിൽ ഓടുമ്പോൾ നമുക്ക് ഒത്തിരി ഉറക്കമുളപ്പുണ്ട്. അപ്പോൾ ലോങ് ഓടുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ട് വരണം. നിങ്ങൾക്ക് അതിനുള്ള പറ്റുമോ, ഹെൽത്ത് ഓക്കെ ആണോ? അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ലോങ് ഒക്കെ ഓടാനായിട്ട് നമ്മൾ കമ്പനി വിസ എടുത്ത് വരാം. കാര്യം സമയത്ത് ചിലപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഒക്കത്തില്ല. പിന്നെ ഉറക്കമുളപ്പ്, അത് വലിയൊരു പ്രശ്നമാണ് കേട്ടോ, ഉറക്കമുളപ്പ്. ഇവിടെ നോൺഡ്രിയും കാര്യങ്ങളൊക്കെ കടന്നു ചെല്ലുമ്പോൾ തന്നെ നമുക്ക് രാത്രി ഓടിക്കേണ്ടി വരും. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയോ. പിന്നെ ട്രിപ്പറിലൊക്കെയാണ് വരുന്നത്, ഗല്ലാവൊക്കെ ഓടിക്കാനാണ് വരുന്നതെങ്കിൽ ടിപ്പർ ഇതുകൊണ്ട് കിടക്കുന്നുണ്ടോ 3 വണ്ടി ഫ്രണ്ടിൽ, ടിപ്പറൊക്കെ ഓടിക്കാൻ വരുന്നെങ്കിലും ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ രാത്രിയിൽ ലോഡ് ചെയ്യണം, മിക്കവാറും രാത്രിയിലായിരിക്കും ലോഡ് ചെയ്യേണ്ടത്. ആ സമയത്തൊക്കെ നമുക്ക് ഉറക്കമുളകം ഒത്തിരി ഉണ്ട് ടിപ്പറിൻ്റെ അകത്തൊക്കെ. അപ്പോൾ ഒത്തിരി ആയല്ലോ കൂട്ടുകാരെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫിക്സ്ഡ് സാലറി ഉള്ള കമ്പനി കയറി വരിക, അക്കോമഡേഷൻ ഉണ്ടോ, റൂമിൽ വൈകിട്ട് പോകാൻ പറ്റുമോ, അവിടെ കിടന്നുറങ്ങാൻ പറ്റുമോ, അതൊക്കെ ചിന്തിച്ച് വരിക. സാലറി എങ്ങനെയുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പൈസ കൊടുത്ത് എഗ്രിമെൻറ്റൊക്കെ എല്ലാം ശരിയാവും, വിസയൊക്കെ ആക്കാവും. അതിന് മുമ്പ് നമ്മളെല്ലാം ശരിയാക്കി വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 1-2 വർഷം നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. നമുക്ക് ആ എഗ്രിമെൻറ്റ് പൂർത്തിയാക്കി നമുക്ക് പിന്നെ പോകാനൊക്കത്തുള്ളൂ. അപ്പോൾ ആയിക്കോട്ടെ, വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. പിന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അണ്ണന്മാർ, ചേട്ടന്മാർ, നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കമൻറ്റ് ചെയ്യാം. എന്തൊക്കെയാണ് പറഞ്ഞത് തെറ്റുണ്ടോ, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ സജഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അത് എനിക്ക് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടും. പുതുതായിട്ട് ഇവിടെ ട്രക്കിലൊക്കെ ഓടാൻ വരുന്നവർക്ക് അതൊത്തിരി പ്രയോജനപ്പെടും. പിന്നെ കൂട്ടുകാരിലൊക്കെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ടോ? ഓക്കെ, വീട്ടിലെ കൂട്ടുകാർക്ക് വീഡിയോ എൻ്റെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനിയും പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങളുടെ സജഷനും കാര്യങ്ങളും ഒക്കെ കമൻറ്റും ചോദിക്കാനുള്ളതൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി. നന്ദി, നമസ്കാരം.